ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ്. ഓക്കെ, ആൻഡ് ദേ ആർ കണക്റ്റഡ് വയ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റത്തിനെ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സം കോമൺ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ചെയ്തേക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെസ്സേജ് പാസിംഗ് ആണ്. മെസ്സേജ് പാസ് ചെയ്തിട്ടാണ് അവരവരുടെ ആക്ഷൻസും ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇനി അപ്പം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓട്ടോണോമസ് കമ്പ്യൂട്ടേഴ്സ് linked by a computer network and equipped with distributed system software. അപ്പോൾ എന്താണ്, കമ്പോണൻസ് ഉണ്ടാവും. ആ കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹാർഡ്വെയർ കമ്പോണൻസ്, സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ കമ്പോണൻസിൻ്റെ കാര്യം പറഞ്ഞു. ഓരോ കമ്പ്യൂട്ടേഴ്സിനകത്തും ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെന്ന്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസും ദെൻ ഡേറ്റ ഷെയറിങ്, ഹാർഡ്വെയർ ഷെയറിങ്, സോഫ്റ്റ്വെയർ ഷെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസിനെയും റിസോഴ്സ് ഷെയറിങ്ങിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ വർക്കെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ്. ഇനി ഈ ഒരു ഫീൽഡ്, ഈ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ആക്ച്വലി പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പം മെയിനായിട്ടും പറയുന്ന അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിന് മെയിൻലി 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ കൺകറൻസി, ദെൻ നോ ഗ്ലോബൽ ക്ലോക്ക്, ആൻഡ് തേർഡ് വൺ ഇൻഡിപെൻഡൻറ്റ് ഫെയിലിയർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ കൺകറൻസി. കൺകറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റമും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ടാസ്ക് ചെയ്യാം. അപ്പം ആ ഒരു സിസ്റ്റം ആ ഒരു ടാസ്ക് ചെയ്യുന്ന ടൈമിൽ അടുത്ത സിസ്റ്റം വേറൊരു ടാസ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ഈച്ച് അതർ. അതാണ് കൺകറൻസി എന്ന് പറയുന്നത്. ടാസ്ക് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻഡിപെൻഡൻ്റ്ലി. ഓക്കെ, ഇനി നോ ഗ്ലോബൽ ക്ലോക്ക്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലോക്ക് ഉണ്ട്. അല്ലാതെ ഈ ഒരു എൻ്റെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ക്ലോക്ക് അല്ല ഉള്ളത്. ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലോക്കുകളുണ്ട്. ദെൻ ഈ എൻ്റെ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് പാസിംഗ് വഴിയാണ്. അല്ലാതെ ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലോബൽ ക്ലോക്ക് അവൈലബിൾ അല്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്. ദെൻ തേർഡ് വൺ ഇൻഡിപെൻഡൻറ്റ് ഫെയിലിയർ. ഇൻഡിപെൻഡൻറ്റ് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിസ്റ്റം, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്തുള്ള ഒരു സിസ്റ്റം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ സിസ്റ്റംസ് അല്ലെങ്കിൽ ആ എൻറ്റയർ പ്രോസസ്സിനെ അത് എഫക്റ്റ് ചെയ്യില്ല. ആ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അറിയാതെ തന്നെ ബാക്കിയുള്ള സിസ്റ്റംസും പാരലി വർക്ക് ചെയ്തോളും. സോ ദാറ്റ് ഈസ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്. വെൻ സം സിസ്റ്റംസ് ഫെയിൽ, others may not know, does not stop the running of the whole system. അതാണ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ അപ്പോൾ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇൻ്റർനെറ്റ്, മൊബൈൽ കമ്പ്യൂട്ടിംഗ്, ഇൻട്രാനെറ്റ്, ദെൻ നമ്മുടെ അപ്കമിങ് ട്രെൻഡ്സ് ആയിട്ടുള്ള വെബ് സെർച്ച്, ദെൻ മാസീവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിംസ്, പബ്ജി പോലുള്ള ഗെയിംസ്, ദെൻ ഫിനാൻഷ്യൽ ട്രേഡിങ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറച്ച് ആദ്യത്തെ 3 കേസുകൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരു പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോടെ വർക്ക് ചെയ്യുന്നു ആൻഡ് ദേ ആർ കണക്റ്റഡ് വയ നെറ്റ്വർക്ക്. ഓക്കെ, ദെൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ്. മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനകത്ത് എന്താ ചെയ്യുന്നത്, ഡിഫറെൻറ്റ്, അതായത് ഒരു സ്ഥിരമില്ല, ഒരു കറക്റ്റ് പൊസിഷൻ ഇല്ല, നമ്മൾ മൂവബിൾ ആയിരിക്കും യൂസർ. അവിടെ വെച്ചിട്ട് കമ്പ്യൂട്ടേഷണൽ ടാസ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ ഇൻട്രാനെറ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ തന്നെ ഒരു പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു എന്താണ് ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ ഇൻട്രാനെറ്റിൻ്റെ. അതായത് ഒരു ബൗണ്ടറി ഉണ്ടാവും, ആ ബൗണ്ടറിക്കകത്തുള്ള കമ്മ്യൂണിക്കേഷൻസ്, നെറ്റ്വർക്ക് ആയിട്ടുള്ള സിസ്റ്റംസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതായത് സെവറൽ ലാൻഡ്സിൻ്റെ കണക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ എക്സാമ്പിൾസിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്: വെബ് സെർച്ചും, മാസീവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിംസും, ഫിനാൻഷ്യൽ ട്രേഡിങ്ങും. ഇതിനകത്ത് വെബ് സെർച്ചിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡേറ്റയെ അത് ഒരു സിസ്റ്റത്തിലോട്ട് കൊടുക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് സെർച്ച് എഞ്ചിൻസിലോട്ട് അതിൻ്റെ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് ആ റിസൾട്ട് തിരിച്ചു തരുന്നത്. സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ദെൻ മാസീവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിംസ്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഗെയിംസുകൾ, ഓൺലൈൻ ഗെയിംസുകൾ, ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ ത്രൂ മെസ്സേജ് പാസിങ്. അവരുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ ട്രേഡിംഗ്, എക്സാമ്പിൾ നമ്മുടെ ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതേ കണക്ക് ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഒരു യൂസറിന് കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ എവല്യൂഷൻ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നു, അത്രേ ഉള്ളായിരുന്നുള്ളൂ കൺസെപ്റ്റ്. ഒരു കമ്പ്യൂട്ടർ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യണം, പാരലി മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യണം. അപ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വരാൻ തുടങ്ങി. അപ്പം ഒരു ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യുന്ന കേസ്, ആൻഡ് ദേ ആർ റണ്ണിങ് പാരലൽ. ഇപ്പോൾ ഫസ്റ്റ് കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഒരു ടാസ്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കേസ് വന്നപ്പോഴേക്കും മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ ദേ ആർ റണ്ണിങ് പാരലൽ. അപ്പോഴും ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡും ഇല്ലാത്ത കേസായി. അപ്പോഴാണ് എൻജിനീയേഴ്സ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം കൊണ്ടുവന്നത്. കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നത്. ഡേറ്റ ഷെയറിങ്ങിനകത്ത് അവർ കൊണ്ടുവന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഓറിയൻറ്റഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഡേറ്റ ഷെയറിങ് ചെയ്യാൻ പറ്റും ത്രൂ മെസ്സേജ് പാസിങ്. ഓക്കെ, പിന്നാണ് നമുക്ക് മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആയിട്ട് വന്നത്. യുണിക്സ്, വിൻഡോസ്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തൊക്കെ മൾട്ടിപ്പിൾ ടാസ്കിങ് നമുക്ക് അറ്റ് എ ടൈമിൽ സെയിം കമ്പ്യൂട്ടേഴ്സിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നാണ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് എൻറ്റയർ ആയിട്ടുള്ള, അതായത് 1 or more കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇങ്ങനെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്തപ്പം അവിടാണ് ആക്ച്വലി സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സർവീസസ് ഉണ്ടാവും. ആ സർവീസ് ഒന്നെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് അത് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഭയങ്കര ഒരു ബൂമായിരുന്നു. ദെൻ അതനുസരിച്ച് എല്ലാ IT എൻ്റർപ്രൈസസും ഈ ഒരു കാര്യം കൊണ്ടുവരാൻ തുടങ്ങി. കോസ്റ്റ് റിഡക്ഷനുമാണ്. അത് കണക്ക് പവറും സ്റ്റോറേജും യൂട്ടിലൈസേഷൻ വന്നപ്പോഴേക്കും ദെൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ദിസ് ടൈപ്പ് ഓഫ് സർവീസ് ഓറിയൻറ്റഡ് എൻ്റർപ്രൈസസ്. ഓക്കെ, അപ്പം അവിടെയും ഈ പറഞ്ഞത് കണക്ക് പ്രോബ്ലംസ് ഉണ്ടായി. അവിടെയും സിസ്റ്റംസ് കൂടിയതനുസരിച്ച് പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം നമ്മളെ പുതിയൊരു കേസിലോട്ട് വന്നു, വിച്ച് ലീഡ്സ് ടു സെൻട്രലൈസ്ഡ് സർവീസ് ബസ് ഓർഗനൈസ് ചെയ്തു. ആ ആർക്കിടെക്ചർ വെച്ചിട്ട് ആ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് എൻ്റയർ സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നു.
ഓക്കെ, പിന്നാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്ന് ബിഗ് ബാൻ മൂവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പനീസ് ഫേസ്ബുക്ക്, ഗൂഗിള് അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള രീതി, അതായത് ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് വന്നു. അവിടെ അങ്ങനൊരു കേസ് വന്നപ്പോഴേക്കും നമ്മുടെ എഞ്ചിനീയേഴ്സ് ഒരു സിംഗിൾ സിസ്റ്റം കമ്പ്യൂട്ടർ സിംഗിൾ പ്രോഗ്രാം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നു. അപ്പോഴാണ് മൾട്ടിപ്പിൾ വെർച്വൽ കമ്പ്യൂട്ടേഴ്സ് വിത്തിൻ സെയിം മെഷീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഒരേ മെഷീനകത്ത് തന്നെ വെർച്വൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വെർച്വൽ കമ്പ്യൂട്ടേഴ്സിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് റൺ ദം ഓൾ ഇൻ പാരലായിട്ട് റൺ ചെയ്യാം. ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെർച്വൽ സിസ്റ്റംസ് പാരലി റൺ ചെയ്യുന്ന കൺസെപ്റ്റിലോട്ട് വന്ന്. സോ ഇതിത്രയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു രീതി. ഇനിയും ഓരോരോ ഡെവലപ്മെൻറ്റ്സ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ദെൻ താങ്ക് യു.